ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാനിന്നിവിടെ ബിരിയാണി ഉണ്ടാക്കുവാണ്. അതിന് ഒരു ഗ്ലാസ് ജീരക അരി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഇപ്പം ഞാൻ കഴുകി വാരി വച്ചിരിക്കുവാണേ. ഇവിടെ ഞാൻ ഉള്ളി വറുത്ത് വച്ചിരിക്കുന്നു എണ്ണയ്ക്കകത്ത്. ഇവിടെ ഇഞ്ചി, ഒരു പച്ചമുളക്, വെളുത്തുള്ളി, സവാള എല്ലാം കൂടി അരച്ചതാണ്. ഇച്ചിരി നെയ്യ് ഒഴിച്ച് ഞാൻ ഇതൊന്ന് വഴറ്റുക. ഇവിടെ ഞാൻ പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം കൂടി ഇട്ട് വെള്ളം തിളപ്പിക്കുവാന്നേ. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. ഇനി ഞാൻ ആ കഴുകി വച്ചിരിക്കുന്ന അരി ഇതിനകത്തോട്ട് ഇടുവാണേ. ഇതിനകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവാണേ. അതിനകത്ത് ഞാൻ ഗീ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യുവാണേ. ആ ഉള്ളി വറുത്തെടുത്ത എണ്ണ തന്നെയാണ്. അതിനകത്തൊരു ബിരിയാണി ഇല ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച് ആ തിളപ്പിച്ച് വച്ചിരിക്കുന്ന വെള്ളം ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഉപ്പിച്ചിരി മുന്നോട്ടിരുന്നാലും നല്ലതാണ്. ഇനി നമ്മൾ ആ തിളപ്പിച്ച വെള്ളം അതിനകത്തോട്ട് ഒഴിക്കുവാണേ. ഇനി ഞാനിതൊന്ന് അടച്ചു വെക്കുവാണേ. ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് സിമ്മയിലാക്കി വെക്കാമേ. ഇവിടെ നമ്മുടെ റൈസ് ചെറുതായിട്ട് ഹാഫ് വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് ദം ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് ഞാൻ ഇച്ചിരി മല്ലിയിലയോട് ചേർത്തേ. ഇവിടെ ഞാൻ ദം ചെയ്യാൻ ചോറ് അതിനകത്ത് ഞാനൊരു ലെയറാക്കിയേ. അതിൻ്റെ മേലിൽ ഞാൻ ചിക്കൻ വേവിച്ച് വെച്ച ചിക്കന് അങ്ങോട്ട് ഇടുവാണേ. ഇനി അടുത്ത ലെയറിൻ്റെ മുകളിൽ ഇച്ചിരി മല്ലിയില ഇട്ടിട്ടുണ്ട്. പിന്നെ വറുത്ത് വെച്ച് ഓണിയൻ ഇടുവാണേ. ഇനി നമുക്കൊരു ലാസ്റ്റ് ലെയർ കൂടി ഇടാമേ. ലെയർ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഞാൻ ഒരു സ്പൂണ് ഘീ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്യാൻ വെക്കാമേ. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയതാണേ. ഇനി ഇവിടെ നമ്മുടെ ചിക്കൻ കറി റെഡി. നമ്മൾ എടുക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് എടുക്കാവേ. ഞാനിവിടെ ലെഗ് പീസ് വെച്ചേ. അതിൻ്റെ മേളിൽ ഇച്ചിരി മസാലയോട് അങ്ങോട്ട് ഇടുക. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്നേ. ഞാൻ ഇനി ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്നേ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്നേ. സൂപ്പർ, അടിപൊളി. അതിനകത്ത് നിങ്ങൾക്ക് നട്ട്സൊക്കെ ഇടാമേ. ഞാൻ പക്ഷേ നട്ട്സൊന്നും ചേർത്തിട്ടില്ല. അടിപൊളിയാണ്, നല്ല സോഫ്റ്റ്. അരി വെന്തും പോയിട്ടില്ല. അടിപൊളി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.